അമിതമായ മദ്യപാനം സർജറി ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്കത് ഞാൻ വണ്ടർ അടിച്ചിരിക്കുക. കാരണം അതൊരു സർജറി, ബ്രെയിനിൽ ഒരു സർജറി ചെയ്ത് അത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാർ, അമിതമായ മദ്യപാനം കൊണ്ട് തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് ജീവിതങ്ങളുണ്ട്, ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് ആളുകൾ പ്രൊഫഷണലി ഡൗൺ ആയി പോയിട്ടുണ്ട്. സർജറി ചെയ്ത് ഇത് മാറ്റാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാർ പോസിബിൾ ആവുന്നത്? അതെ, അതിന് മുമ്പേ അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ നമ്മുടെ തലച്ചോറിൽ എന്തെല്ലാമോ പ്രവൃത്തികളുണ്ടല്ലോ. അതിനകത്ത് ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് റിവാർഡിംഗ് ആണ്. റിവാർഡിങ് അത് കൺട്രോൾ ചെയ്യുന്ന റിവാർഡ് സർക്യൂട്ട് എന്നും പറഞ്ഞൊരു തലച്ചോറിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്, ചില ഏരിയാസ് റിവാർഡ് സർക്യൂട്ട്. അതായത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ റിവാർഡ് ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എന്തിനു ഭക്ഷണം കഴിക്കുന്നു? നമുക്ക് ആരോഗ്യം വേണം. നമുക്ക് ആരോഗ്യം കിട്ടൂല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്തും ഭക്ഷണം കഴിക്കില്ല. നമ്മൾ എന്തിനു ഡ്രസ്സ് ഇടുന്നു? മറ്റേവർ നോക്കി കൊള്ളാം അല്ല എന്ന് പറയണം. നമ്മൾ എന്തിന് ഒരു നടന്നു പോകുന്ന സ്ഥലത്ത് ബൈക്കിൽ പോകുന്നു? വേഗം പോകും. എല്ലാം റിവാർഡാണ്. റിവാർഡെന്ന് പറഞ്ഞാൽ എപ്പോഴും സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ ഒരു മറ്റേ കവറിൽ പൊതിഞ്ഞ് തരുന്ന അതല്ല റിവാർഡ്. നമ്മുടെ ഈ റിവാർഡ് വാങ്ങിച്ച് അത് ഈ റിവാർഡിൻ്റെ ആവശ്യം എന്താണെന്നറിയോ? ഈ റിവാർഡ് വന്നിട്ട് തലച്ചോറ് ഈ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ നല്ല റിവാർഡെല്ലാം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതിന് വന്ന് ചെറിയൊരു പെൻസിലായിരിക്കും റിവാർഡ് കിട്ടിയത്, പക്ഷെ നിങ്ങളത് മരിക്കുന്നവരെ നിങ്ങൾ മറക്കില്ല. ശരിയാണ്. ചെറിയൊരു പെൻസിലായിരിക്കും ഒരു ടീച്ചർ തന്നു, അല്ലെങ്കിൽ ചെറിയൊരു കപ്പ്, അത് 10 രൂപയ്ക്ക് അവർ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നായിരിക്കും. പക്ഷെ ആ കപ്പ് നമ്മൾ വീട് മാറി നമ്മൾ വലുതായാലും നമ്മുടേതായ ഫാമിലി വന്നാലും ആ കപ്പ് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും, നമ്മൾ മറക്കൂല അത്.